ഹായ്. അപ്പം നമ്മളിതിലൂടെ ഒരു മെസ്സേജസ് പാസ് ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം എത്ര ഫിനാൻഷ്യലി ക്രൈസിസ് ആണെങ്കിലും ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലെങ്കിലും നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതിനൊക്കെ കുറച്ച് ടൈം മാറ്റി വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ചിട്ട് ഒന്ന് ട്രാവൽ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, പുറത്ത് പോവുക, പാർട്ട്ണറുടെ കൂടെ പോവുക, ഫുഡ് കഴിക്കുക, ഫാമിലീൻ്റെ കൂടെ പോവുക. ഇതൊക്കെ നമ്മൾ അവരായിട്ട് എൻജോയ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാപ്പിനെസ് കൂടുകയുള്ളൂ. നമ്മൾ കുറേ കടമുണ്ട്, അല്ലെങ്കിൽ കുറേ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്, സ്റ്റേബിൾ അല്ല, ഇതൊക്കെ ആലോചിച്ച് എപ്പോഴും നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എവിടെ എത്താൻ പോണില്ല. ഇനി എത്തിയാൽ തന്നെ നമുക്ക് വലിയ പേരുണ്ടോ ചോദിച്ചാൽ പേര് എല്ലാവരും എപ്പോഴും എന്താ പറയുക, കുറ്റങ്ങൾ പറയാൻ തന്നെ എല്ലാവർക്കും ടൈമുള്ളൂ. ഇതിനപ്പുറത്തേക്ക് നല്ലത് പറയാനൊക്കെ ഭയങ്കര കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പം ഈ പൈസ പിന്നെയും വരും, സമയം പിന്നെയും വരില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അത് കൂടുതലും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. നമുക്കിപ്പോൾ പോവാം, നമുക്കിപ്പോൾ ആരോഗ്യമുണ്ട്, നമുക്കിപ്പോൾ ഏൺ ചെയ്യാനുള്ളൊരു കഴിവ് എല്ലാവർക്കും തന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പറ്റുന്ന സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ആൾക്കാരെ വെച്ച് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ലൈഫിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ബാക്കിയുള്ള പ്രശ്നങ്ങൾ, ബാക്കിയുള്ള ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളെ ഈ മെമ്മറീസ് അല്ലെങ്കിൽ നമ്മളെ ഓർമ്മകൾ, ഇത് മാത്രമേ നമുക്ക് ലൈഫിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും പാർട്ട്ണർ ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതേപോലെ നമ്മുടെ കയ്യിലുള്ള ഇൻകം വെച്ചിട്ട് കുറച്ചൊന്ന് ട്രാവൽ ചെയ്യുക, കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യുക, കുറച്ചൊന്ന് ഔട്ടിങ്ങിന് പോവുക. ഒരിക്കലും പൂട്ടിയിരിക്കരുത്.